നമ്മുടെ DHIC ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ റാപ്പിഡ് റിവിഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിൻ്റെ പേപ്പർ 5. ഈ പേപ്പർ 5 നമുക്ക് മെയിൻലി പഠിക്കാനുള്ള 4 പോർഷൻസ് ആണ്. NCD അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പാലിയേറ്റീവ് കെയർ, BMW, ജീറിയാട്രിക്സ്. അതിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BMW ആൻഡ് ജീറിയാട്രിക്സ് ആണ്. രണ്ടും ചെറിയ പോർഷൻസ് ആണ്, അത്യാവശ്യം മാർക്ക് കിട്ടാവുന്ന പോർഷൻസ് ആണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റും കൂടെ ഒരു റൗണ്ട് വായിക്കുക. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ BMW അല്ലെങ്കിൽ ജീറിയാട്രിക്സിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് തലയിൽ കയറും. അതുമാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അഡ്വാൻറ്റേജ് ആയിരിക്കും, എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയി ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, മസ്റ്റാണ്, എല്ലാവരും ടെക്സ്റ്റ് വായിച്ചിരിക്കണം. നമുക്ക് ചിലപ്പോൾ എല്ലാ പോയിൻറ്റും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ടാകും. സോ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിൻറ്റും കൂടെ കിട്ടും. സോ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ കോർ ഏരിയാസ് എന്തൊക്കെയാണ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന പാഠത്തിലെ മെയിൻ ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് തന്നെ ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ BMW നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചിലപ്പോൾ രണ്ടും ചോദിക്കാം. അപ്പോൾ ഏത് ചോദിച്ചാലും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന കണക്കിന് നമുക്ക് ഡെഫിനിഷൻ എഴുതി വെക്കാൻ പറ്റും. അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 1998 എന്ന് പറഞ്ഞിട്ട് നേരെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതെന്തായാലും ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ആണ് ഹെൽത്ത് ഹസാർഡ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത് ഹസാർഡ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ടല്ലേ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, ലാൻഡ് ഫില്ലുണ്ട്, ഇനർട്ടൈസേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നത് ഇൻസിനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഇൻസിനറേഷൻ മാത്രം പ്രീവിയസ് ഇയറിൽ ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇൻസിനറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ പറയും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, അതിനെക്കുറിച്ചൊരു ഐഡിയ, മെയിൻ പോയിൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് BMW ഇൻ ഇന്ത്യ, അത് നമ്മൾ ലാസ്റ്റ് സ്ലൈഡുകളിൽ പറയും. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ഡെഫിനിഷനിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മീൻസ് എനി വേസ്റ്റ് വിച്ച് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് ദി diagnosis, treatment or immunization of human beings or animals or in research activities pertaining thereto or in the production or testing of biological. അതായത് ഈ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇമ്മ്യൂണൈസേഷൻ, റിസർച്ച് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ഓർ ടെസ്റ്റിംഗ്, ഇതൊക്കെ ഇതൊക്കെ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണല്ലേ. അപ്പോൾ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ നമുക്ക് വരുന്ന വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്താം, അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 1998 1998. ഓക്കെ, അക്കോർഡിംഗ് ടു വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 1998, ബയോമെഡിക്കൽ വേസ്റ്റ് മീൻസ് എനി വേസ്റ്റ് വിച്ച് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഓർ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർ റിസർച്ച് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, അതങ്ങ് എഴുതുക. ഓക്കെ, അതാണ് ഡെഫിനിഷനിൽ പറയാനുള്ളത്, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന വേസ്റ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ജനറൽ വേസ്റ്റാണ് ഏറ്റവും കൂടുതൽ. ഒരു 80% ഉണ്ടാകുന്നത് ജനറൽ വേസ്റ്റാണ്. നെക്സ്റ്റ് പാത്തോളജിക്കൽ ആൻഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, അത് ഒരു 15%, കെമിക്കൽ ഫാർമക്കോളജിക്കൽ വേസ്റ്റ് ഒരു 3%, ഷാർപ്പ് വേസ്റ്റ് ജസ്റ്റ് 1%, റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് വേസ്റ്റ് എത്രയാണ്, ലെസ് ദാൻ 1% ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ മൊത്തം നമ്മളൊരു ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഇതിൽ ഇനി ഇതൊന്നും അല്ല, നമുക്ക് ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ ജനറൽ വേസ്റ്റ് ഒരു 90% ജനറൽ വേസ്റ്റും ബാക്കി നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഹെൽത്ത് കെയർ വേസ്റ്റ് 10 to 25%. ഓക്കെ, ഇത് ജനറൽ കണക്കാണ്. മാക്സിമം ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. മേലെ കിടക്കുന്ന ജനറൽ ഇത്ര, പാത്തോളജിക്കൽ ഇത്ര, ഇൻഫെഷ്യസ് ഇത്ര, കെമിക്കൽ ഇത്ര എന്നുള്ള അത് പഠിക്കുക. എന്നിട്ട് ഈ ജനറൽ കാറ്റഗറീസും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക.
പൊതുവേ നമുക്ക് ഈ ഒരു സാധനം പറയാം, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടാകുന്ന വേസ്റ്റിൽ ജനറൽ വേസ്റ്റ് 75-90%, 10-25% എന്നൊക്കെ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞ് പറയാം. എന്നാലും ഇതിൽ ഈ ഒരു മേലത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇത് പഠിച്ച് വയ്ക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മേലത്തതാണ് എഴുതേണ്ടത്. രണ്ടാമത് വന്നിട്ട് ഇൻ ജനറൽ എന്ന് പറഞ്ഞ നേരെ ഈ 2 പോയിൻറ്റും കൂടെ എഴുതി വയ്ക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നതെന്ന്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പ്രൈവറ്റ് ക്ലിനിക്സ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ക്ലിനിക്സ്, PHC, നഴ്സിംഗ് ഹോം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ പോയിൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, PHC, മെഡിക്കൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, സ്ലോട്ടർ ഹൗസ്, ലബോറട്ടറീസ്, വാക്സിനേഷൻ സെൻറ്റേഴ്സ്, അങ്ങനെ എക്സെട്ര കുറേ കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. വായിച്ച് വയ്ക്കുക. ഒരു റൗണ്ടെങ്കിലും വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, ഇതൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അറിയാമല്ലോ. നെക്സ്റ്റ് ആണ് ഹെൽത്ത് ഹസാർഡ് ഓഫ് BMW. 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന വെരി ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് തന്നെ ഹസാർഡ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്. ഇൻഫെക്ഷ്യസ് വേസ്റ്റിൽ നിന്നോ ഷാർപ്പിൽ നിന്നോ വരാവുന്ന ഹസാർഡ്. അപ്പോൾ ഈ ഷാർപ്പ് എന്നൊക്കെ പറയുമ്പോൾ മൂർച്ചയുള്ളൊരു വസ്തു, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുത്ത് കിട്ടുന്നു. ഇപ്പം സിറിഞ്ചസ് ഒക്കെ, അതൊക്കെ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് വെച്ചൊരു കുത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റുന്നു. അതുവഴി നമ്മളുടെ ശരീരത്തിലോട്ട് വൈറസും മറ്റുള്ള രോഗാണുക്കളും കയറാം അല്ലേ. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഇതിനുള്ള എക്സാമ്പിളാണ് HIV. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ സിയും. ഹെപ്പറ്റൈറ്റിസ് B, C ആൻഡ് HIV ആണ് നമുക്ക് ടെക്സ്റ്റിൽ ഇതിന് പറയുന്ന എക്സാമ്പിൾസ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ആണ് കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. ഓക്കെ, കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ടോക്സിക് ആണല്ലേ. ടോക്സിക് ആയിരിക്കും, പിന്നെ ഈ ചിലതൊക്കെ ഫ്ലെയിമബിൾ ആയിരിക്കും, റിയാക്റ്റീവ് ആയിരിക്കും, ചിലതൊക്കെ എക്സ്പ്ലോസീവ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് എത്ര കാലം ഇതിൻ്റെ ക്രോണിക് എക്സ്പോഷറിൽ വരുന്നു എന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ദോഷഫലങ്ങളുണ്ടാവും. ഓക്കെ, അതാണ് കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. നെക്സ്റ്റ് ആണ് ജീനോടോക്സിക് വേസ്റ്റ്. ഈ ജീനോടോക്സിക് വേസ്റ്റിൻ്റെ ഹസാർഡ് പറയുന്നതിന് മുന്നേ എന്താണ് ജീനോടോക്സിക് വേസ്റ്റ് എന്നറിയോ? നമുക്ക് പ്രീവിയസ് ഇയറിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ജീനോടോക്സിക് വേസ്റ്റ് എന്താണ്. അപ്പോൾ ജീനോടോക്സിക് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ജീൻ പ്ലസ് ടോക്സിക്. ഓക്കെ, അപ്പം ജീൻസിന് ടോക്സിക് ആയ സാധനം, അതാണ് ജീനോടോക്സിക്. അതായത് നമ്മുടെ DNA-ക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിന് മാറ്റം വരുത്താൻ ശേഷിയുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ശേഷിയുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ജീനോടോക്സിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ജീനോടോക്സിക് വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനി വേസ്റ്റ് ദാറ്റ് ക്യാൻ കോസ് ചേഞ്ചസ് ഇൻ അവർ DNA അല്ലെങ്കിൽ അവർ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഓൾസോ മേ കോസ് ടെറാറ്റോജനിക് എഫക്റ്റ്. ടെറാറ്റോജനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്, അതാണ് ജീനോടോക്സിക് വേസ്റ്റ്. ഓക്കെ, അതാണ് ജീനോടോക്സിക് വേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഹസാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാർട്ടിക്കിൾസ് ഇൻഹെയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് വഴിയൊക്കെ അബ്സോർവ് ചെയ്യുമ്പോഴോ എന്ത് പറ്റാം, നമ്മുടെ ശരീരത്തിൽ അത് അടിഞ്ഞുകൂടിയിട്ട് നമുക്ക് ജീനോടോക്സിക് എഫക്റ്റ് കിട്ടും. ഓക്കെ, അതാണ് ജീനോടോക്സിക് വേസ്റ്റ് കൊണ്ടുള്ള ഹസാർഡ്സ്. നെക്സ്റ്റ് ആണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയേഷൻ അറിയാലോ, റേഡിയേഷൻ അതെന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ എത്ര കാലം ആ റേഡിയേഷനിനോട് നമ്മൾ എത്ര കാലം അതുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു, അതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് വരുന്ന കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം 2 കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ഒന്ന് ടൈപ്പ് ഓഫ് വേസ്റ്റ്, ഏത് ടൈപ്പ് റേഡിയേഷൻ ആണെന്നുള്ളത്. 2 എക്സ്പോഷർ, എക്സ്റ്റെൻഡ് ടു ദി എക്സ്പോഷർ, എത്ര കാലം നമ്മൾ ഇതുമായിട്ട് എക്സ്പോഷർ വരുന്നു എന്നുള്ളത്. ഓക്കെ, അതാണ് ഹസാർഡ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നെക്സ്റ്റ് ആണ് പബ്ലിക് സെൻസിറ്റിവിറ്റി. അതെല്ലാവർക്കും അറിയാം അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പരീക്ഷ കഴിഞ്ഞ്, നിങ്ങളിപ്പോൾ പേപ്പർ 5ൻ്റെ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി, പരീക്ഷ ഭയങ്കര ഈസി ആയിരുന്നു, സന്തോഷിച്ച് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കോളേജിൻ്റെ മുന്നിലായിട്ട് കുറേ ആനിമൽ വേസ്റ്റ്, നമ്മുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള കൈ, ഒരു വെട്ടിയ കൈ കിടക്കുന്നു മനുഷ്യൻ്റെ, അതേപോലെ കുറച്ച് ഫീറ്റസ്, ചോരയെ കുളിച്ച് കിടക്കുന്ന കുറച്ച് ഫീറ്റസും കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ തട്ടിയിട്ടിരിക്കുകയാണ്. പട്ടി, തെരുവ് നായ്ക്കളുണ്ട്, അത് വന്ന് വലിച്ച് കീറി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, ഭയങ്കര അൺപ്ലസൻ്റ് അല്ലേ. ഇതാണ് ഈ പബ്ലിക് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
കൂടുതലൊന്നും പറയണ്ട. നമ്മളിപ്പോൾ ഒന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച ചത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഒരു കാക്ക ചത്ത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അറപ്പ് തോന്നില്ലേ? അതാണ് ഈ പബ്ലിക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 പോയിൻ്റാണ് ഹെൽത്ത് ഹസാർഡ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ BNW കൊണ്ട് പഠിക്കാനുള്ളത്. ഈ 5 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ? ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്, കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ജീനോടോക്സിക് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആൻഡ് പബ്ലിക് സെൻസിറ്റിവിറ്റി. എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഓർഡറിൽ ഇതത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, 5 പോയിൻ്റേ ഉള്ളൂ. സോ അത് പഠിച്ചു വയ്ക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു 5 മാർക്കിന് ചോദിക്കാം. ഇപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. ഏതൊക്കെ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്? മൊത്തം ഒരു 6 എണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. ഇൻസിനറേഷൻ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ ട്രീറ്റ്മെൻറ്റ്, മൈക്രോവേവ് ഇറേഡിയേഷൻ, ലാൻഡ് ഡിസ്പോസൽ, ഇനർട്ടൈസേഷൻ. ഈ 6 പോയിൻറ്റ്സ് ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസിനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കത്തിച്ച് കളയുക, അതാണ് ഇൻസിനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൽ ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് പഠിക്കാനുണ്ട്, പിന്നെ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളടുത്തൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇൻസിനറേഷൻ. താഴെ കിടക്കുന്ന ഈ ഒരു കാര്യം വിട്ടുപോയത് ശ്രദ്ധിക്കുക. മെത്തേഡ് ഓഫ് ചോയ്സ് ഓഫ് BNW ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസിനറേഷൻ ആണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ചോയ്സ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി നേരെ ഇൻസിനറേഷനിലോട്ട് പോവാം. ഓക്കെ, ഇൻസിനറേഷൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം ഇൻസിനറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ്. ഫസ്റ്റ് പോയിന്റ് ആണ്, ഇൻസിനറേഷൻ ഈസ് എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് വിച്ച് റെഡ്യൂസസ് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റിബിൾ വേസ്റ്റ്. ഓർഗാനിക്കും കമ്പസ്റ്റിബിൾ വേസ്റ്റും ആയിട്ടുള്ള സാധനത്തിനെ എന്താക്കി മാറ്റുന്നു? ഇൻഓർഗാനിക്, ഇൻകമ്പസ്റ്റിബിൾ. ഓക്കെ, അതായത് മേലെ നമ്മൾ ഓർഗാനിക്കിൻ്റെ കൂടെ ഒരു ഇൻ ചേർക്കുന്നു, കമ്പസ്റ്റിബിളിൻ്റെ മുന്നിലും ഒരു ഇൻ ചേർക്കുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ സെക്കൻഡ് പോയിന്റ്. റെഡ്യൂസസ് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റിബിൾ വേസ്റ്റ് ഇൻറ്റു ഇൻഓർഗാനിക് ആൻഡ് ഇൻകമ്പസ്റ്റിബിൾ മാറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ? ആ വേസ്റ്റിൻ്റെ വോളിയത്തിലും വെയ്റ്റിലും നല്ല റിഡക്ഷൻ സംഭവിച്ചിരിക്കും. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കരിയിലൊക്കെ മൂടിക്കിടക്കുന്ന ഒരു മിറ്റം നമ്മൾ അടിച്ചു കൂട്ടി വെക്കുമ്പം അതത്ര ഒരു കൂമ്പാരായിട്ടുണ്ടാവും അല്ലേ കരിയിലയുടെ. അത് നമ്മൾ തീയിടുന്നു, കത്തിച്ച് കളയുമ്പം ഒരു 5 മിനിറ്റിൽ തന്നെ ഇത് മൊത്തം ഒരു ചാരമായി അങ്ങ് മാറിയിട്ടുണ്ടാകും. അത്രയും ആ ഒരു ആദ്യം അടിച്ച് വാരി കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കൂമ്പാരായിരിക്കുമോ? അല്ല, അതിൻ്റെ വോളിയവും വെയ്റ്റും നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റിസൾട്ട് ഇൻ വെരി സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് വേസ്റ്റ് വോളിയം ആൻഡ് വെയ്റ്റ്. വേസ്റ്റിൻ്റെ വോളിയവും വെയ്റ്റും നന്നായിട്ട് കുറയും. അതാണ് 3ാമത്തെ പോയിന്റ്. ടെക്സ്റ്റിൽ ഇത് ഒരു പാരഗ്രാഫായിട്ട് കിടക്കുക, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിൻ്റായിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ പോയിൻ്റാണ്. നമ്മൾ ഇങ്ങനത്തെ വേസ്റ്റ് ഈ ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്ന വേസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയായിരിക്കണം? ഇതൊന്നും ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതോ റീയൂസ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഫിൽ സൈറ്റിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതോ ആയ സാധനങ്ങൾ, അതായത് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ മാക്സിമം ഈ ഇൻസിനറേഷന് വേണ്ടി എടുക്കുന്നത്. The waste that cannot be recycled, cannot be reused, cannot be disposed in landfill site. അതാണ് നമ്മൾ ഇൻസിനറേഷന് വേണ്ടി സെലക്ട് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ, പിന്നെ ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റിബിൾ വേസ്റ്റ് ടു എന്ത്? ഇൻഓർഗാനിക് ആൻഡ് ഇൻകമ്പസ്റ്റിബിൾ മാറ്റർ. പിന്നെ എന്താ? വേസ്റ്റിൻ്റെ വോളിയവും വെയ്റ്റും നന്നായിട്ട് കുറയ്ക്കുന്നു. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത, റീയൂസ് ചെയ്യാൻ പറ്റാത്ത, ലാൻഡ് ഫിൽ സൈറ്റിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇൻസിനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പോയിന്റ് കമ്പൈൻ ചെയ്ത് ആദ്യം നിങ്ങളൊരു പാരഗ്രാഫ് ചെയ്ത ഒരു ഡെഫിനിഷൻ പോലെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏതൊക്കെ വേസ്റ്റാണ് നമ്മൾ ഇൻസിനറേഷന് വേണ്ടി എടുക്കുന്നത്, ഏതൊക്കെ വേസ്റ്റാണ് ഇൻസിനറേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. സോ ഫസ്റ്റ് വേസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻസിനറേഷൻ നോക്കാം. ലോ ഹീറ്റിംഗ് വോളിയം ആയിട്ടുള്ളത്, അതിൽ തന്നെ ഈ ഒരു കണക്ക് പഠിച്ചു വയ്ക്കുക. സിംഗിൾ ചേംബർ ആണെങ്കിൽ 2000,
പൈറോലിറ്റിക് ഡബിൾ ചേംബർ ആണെങ്കിൽ 3500. ഓക്കെ, ആ ഒരു കണക്ക് ഓർത്ത് വയ്ക്കുക. സിംഗിൾ ചേംബർ ഇൻസിനറേറ്റർ ആണെങ്കിൽ 2000 കിലോ കാലറി പെർ കിലോഗ്രാം എന്ന് പറയുന്നതിൽ കൂടുതലായിരിക്കണം ഹീറ്റിംഗ് വോളിയം. ഇനി ഡബിൾ ചേംബർ ആണെങ്കിൽ 3500 കിലോ കാലറിയിൽ കൂടുതലായിരിക്കണം. സോ ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിൻ്റാണ് കമ്പസ്റ്റിബിൾ മാറ്റർ എത്ര, ഗ്രേറ്റർ ദാൻ 60%. നോൺ കമ്പസ്റ്റിബിൾ സോളിഡ് എത്ര, സോളിഡ് ആ പോയിന്റ് ഓർക്കണേ. നോൺ കമ്പസ്റ്റിബിൾ സോളിഡ് 5% താഴെ. ഇനി നോൺ കമ്പസ്റ്റിബിൾ ഫൈൻസ് എന്ന് പറയുമ്പോൾ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ, അത് 20% താഴെ. മോയ്സ്ചർ കണ്ടൻറ്റ് അതായത് നനവ് എത്ര, 30% താഴെ. ഓക്കെ, അപ്പോൾ കത്തിക്കാൻ എടുക്കുന്ന വേസ്റ്റിൻ്റെ ആദ്യം ലോ ഹീറ്റിംഗ് വോളിയം, ഈ സിംഗിൾ ചേംബറിന് എത്രയാണ് ഡബിൾ ചേംബറിന് എത്രയാണെന്ന് സെപ്പറേറ്റ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് കമ്പസ്റ്റിബിൾ മാറ്റർ എത്ര, 60%, 60%-ന് മേലെ. നോൺ കമ്പസ്റ്റിബിൾ സോളിഡ് എത്ര, 5% താഴെ. നെക്സ്റ്റ് നോൺ കമ്പസ്റ്റിബിൾ ഫൈൻസ് എത്ര, 20% താഴെ. അടുത്ത് നനവ്, മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കണമല്ലോ, കത്തിക്കാനുള്ള സാധനമാണല്ലോ, 30% താഴെ. ഓക്കെ, ഇത്രയും പോയിൻ്റാണ് വേസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻസിനറേഷനിൽ പഠിക്കാനുള്ളത്. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുക. 60, 5, 20, 30, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ 5, 20, 30, 60. 5 എത്ര, നോൺ കമ്പസ്റ്റിബിൾ സോളിഡാണ് 5-ൽ താഴെ. നെക്സ്റ്റ് 20 നോൺ കമ്പസ്റ്റിബിൾ ഫൈൻസ് 20-ൽ താഴെ. നെക്സ്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് 30-ൽ താഴെ. നെക്സ്റ്റ് കമ്പസ്റ്റിബിൾ മാറ്റർ എത്ര, 60-ൽ താഴെ. ഓക്കെ, അപ്പം വേസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻസിനറേഷൻ കഴിഞ്ഞു. ക്ലാസ് സ്പീഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, ഒന്ന് സ്പീഡ് കുറച്ച് വെച്ച് കാണുക. ഓക്കെ, നെക്സ്റ്റ് ആണ് നോട്ട് ടു ബി ഇൻസിനറേറ്റഡ്. ഏതൊക്കെ വേസ്റ്റ് നമുക്ക് ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഏതൊക്കെയാണ്? വേസ്റ്റ് വിത്ത് ഹൈ മെർക്കുറി, വേസ്റ്റ് വിത്ത് ഹൈ മെർക്കുറി ഓർ കാഡ്മിയം കണ്ടൻറ്റ്, മെർക്കുറിയോ കാഡ്മിയം കണ്ടൻറ്റോ ഉള്ള സാധനങ്ങൾ, സച്ച് ആസ് ബ്രോക്കൺ തെർമോമീറ്റേഴ്സ്, യൂസ്ഡ് ബാറ്ററീസ്, ലെഡ് ലൈൻഡ് വുഡൻ പാനൽസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പ്രഷറൈസ്ഡ് ഗ്യാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം എന്താ, പൊട്ടിത്തെറിക്കും. ലാസ്റ്റ് ലാർജ് എമൗണ്ട് ഓഫ് റിയാക്റ്റീവ് കെമിക്കൽ വേസ്റ്റുകൾ കത്തിക്കാൻ പാടില്ല. അതുപോലെ സീൽഡ് ആംബ്യൂൾസ് ഓർ ആംബ്യൂൾസ് കണ്ടെയ്നിങ് ഹെവി മെറ്റൽസ്, സീൽഡ് ആംബ്യൂൾസോ ഹെവി മെറ്റൽസ് ഉള്ള ആംബ്യൂൾസോ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സിൽവർ സോൾട്ട് ആൻഡ് ഫോട്ടോഗ്രാഫിക് ഓർ റേഡിയോഗ്രാഫിക് വേസ്റ്റസ്. നെക്സ്റ്റ് ഹാലോജനേറ്റഡ് പ്ലാസ്റ്റിക് സച്ച് ആസ് PVC പോയിന്റ് ഓർത്ത് വയ്ക്കണേ. അപ്പം പ്രഷറൈസ്ഡ് ഗ്യാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യില്ല, മെർക്കുറി അല്ലെങ്കിൽ കാഡ്മിയം കണ്ടൻ്റ് ഉള്ള സാധനം യൂസ് ചെയ്യില്ല, ലാർജ് എമൗണ്ട് ഓഫ് റിയാക്റ്റീവ് കെമിക്കൽ വേസ്റ്റ്, സീൽഡ് ആംബ്യൂൾ ഓർ ആംബ്യൂൾ കണ്ടെയ്നിങ് ഹെവി മെറ്റൽസ്, നെക്സ്റ്റ് സിൽവർ സോൾട്ട് ആൻഡ് ഫോട്ടോഗ്രാഫിക് ഓർ റേഡിയോഗ്രാഫിക് വേസ്റ്റ്, ഹാലോജനേറ്റഡ് വേസ്റ്റ് സച്ച് ആസ് PVC. ലാസ്റ്റ് ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, അതായത് ഇൻസിനറേഷന് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. ഇൻസിനറേഷൻ റിക്വയർസ് നോ പ്രീ ട്രീറ്റ്മെൻറ്റ്, നോ എന്നാണ് ശ്രദ്ധിക്കുക. ഇൻസിനറേഷന് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റും വേണ്ട, നമ്മൾ നേരെ എടുത്തുകൊണ്ട് പോയി അങ്ങ് കത്തിക്കുകയാണ്, അല്ലാതെ ആദ്യം അത് ഡിസിൻഫെക്റ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു പ്രൊസീജിയേഴ്സും കത്തിക്കുന്നതിന് മുന്നേ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് വെക്കേണ്ടത്. ഇൻസിനറേഷൻ റിക്വയർ നോ പ്രീ ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഫിഗർ കൂടെ പഠിച്ചു വയ്ക്കുക, അഡ്വാൻറ്റേജ് ആയിരിക്കും ഒരു ഫിഗർ ലാസ്റ്റ് വരയ്ക്കുന്നത്. ഈ ഫിഗർ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് എടുത്ത് ഫർണസിൽ കൊടുക്കുന്നു കത്തിക്കാൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വേസ്റ്റ് എടുക്കുന്നു ഫർണസിൽ കത്തിക്കാൻ കൊടുക്കുന്നു. ഇനി നമ്മളൊരു സാധനം കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആഷസ് ഉണ്ടാവും അല്ലേ, വെണ്ണീര് അല്ലെങ്കിൽ ചാമ്പൽ ഉണ്ടാവുന്നു. ഈ ഒരു ബോക്സ് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്ക്, ഫർണൈസ് കഴിഞ്ഞ് നേരെ ആഷസ് അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇതും കൂടെ പറയാം, വേസ്റ്റ് വാട്ടേഴ്സ് വരും, ആ വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളപ്പം ആദ്യം വെണ്ണീരുണ്ടായി, ഇനി പിന്നെ ഇതൊന്നുണ്ടാവും, നേരെ എന്തുണ്ടാവും, ഗ്യാസ് ഉണ്ടാവും അല്ലേ, ഗ്യാസ് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുന്നു. ഈ ബോക്സും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ആ ബോക്സിൽ പറയുന്നത് ഒന്നുമില്ല, ആ ഗ്യാസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നു, അതിനകത്തുള്ള ആഷസ് പുറത്തേക്ക് പോകുന്നു, വേസ്റ്റ് വാട്ടറും പുറത്തേക്ക് എടുക്കുന്നു എന്ന് പറയുന്നുള്ളൂ. പിന്നെ സ്റ്റീം ഹീറ്റ് റിക്കവറിക്ക് വേണ്ടി എടുക്കുന്നു. ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി, ഇതും സിമ്പിൾ ഫിഗറാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നവർ ജസ്റ്റ് ആദ്യം ഫർണൈസ് വരയ്ക്കുക, എന്നിട്ട് വേസ്റ്റ് കൊടുക്കുക. ഇനി എന്തുണ്ടാകുന്നു, ആഷസ് ഉണ്ടാകുന്നു. ഈ ബോക്സ് കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്നവർ വേണ്ട, ഈ ബോക്സ് ഒഴിവാക്കിയേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേസ്റ്റ് ഉണ്ടായല്ലേ, ഇനി ഇത് നേരെ ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്യാസ് പോകുന്നു. അപ്പം ഈ ഞാൻ ആരോ മാർക്കിട്ട കാര്യങ്ങൾ മാത്രം, തീരെ ബുദ്ധിമുട്ടുള്ളവർ ഈ ഞാൻ ആരോ മാർക്കിട്ടത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളവർ മൊത്തം പഠിക്കുക. ഓക്കെ,
പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് ഈ ഫിഗർ നോക്കിയിരുന്നാൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഏരിയയിലോട്ട് പോകുന്നു. ഇൻസിനറേഷൻ കഴിഞ്ഞു. രണ്ടാമതാണ് ഈ കെമിക്കൽ ഡിസിൻഫെക്ഷൻ. കെമിക്കൽ ഡിസിൻഫെക്ഷനിൽ പറയുന്നത് നമ്മൾ ഡിസിൻഫെക്ഷന് വേണ്ടി എന്ത് ആഡ് ചെയ്യുന്നു? പേരിൽ തന്നെ ഉണ്ട്, കെമിക്കൽസ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. കെമിക്കൽസ് ആർ ആഡഡ്. ഇവിടെ നടക്കുന്നത് സ്റ്റെറിലൈസേഷനേക്കാൾ കൂടുതൽ നടക്കുന്നത് ഡിസിൻഫെക്ഷനാണ്. ഡിസിൻഫെക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റെറിലൈസേഷൻ. കെമിക്കൽ ആ പേരിലുണ്ടല്ലോ, കെമിക്കൽ ആഡ് ചെയ്യുന്നു, അതുകൊണ്ട് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. സ്റ്റെറിലൈസേഷനേക്കാളും കൂടുതൽ നടക്കുന്നത് ഡിസിൻഫെക്ഷനാണ്, അതുകൊണ്ട് പേരിലുണ്ട് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഓക്കെ, ഇനി ഇത് ഏതൊക്കെ വേസ്റ്റിനാണ് നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്? ലിക്വിഡ് വേസ്റ്റ്. ഓർത്ത് വയ്ക്കുക, ലിക്വിഡ് വേസ്റ്റിനാണ് നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലുള്ള? ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾസ്, ഹോസ്പിറ്റൽ സീവേജ് എക്സെട്ര. ഇങ്ങനെയുള്ള ലിക്വിഡ് വേസ്റ്റിനാണ് നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അത്ര പോയിൻ്റ് ടെക്സ്റ്റിലും പറയുന്നുള്ളൂ, ഒരു റൗണ്ട് വായിക്കുക. നെക്സ്റ്റ് ആണ് മൈക്രോവേവ് ഇറേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ കൊടുക്കുന്നു. ഇതിൻ്റെ ഫ്രീക്വൻസി ഇമ്പോർട്ടൻ്റ് ആണ്, വേവ് ലെങ്ത്തും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ് പറയുന്നത്? 2450 2450 മെഗാ ഹേർട്സ്. മെഗാ ഹേർട്സ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, സ്മോൾ ലെറ്റർ അല്ല. ഓക്കെ, സ്മോൾ ലെറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂണിറ്റേ മാറി. സോ ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി 2450 മെഗാ ഹേർട്സ് ആൻഡ് വേവ് ലെങ്ത് എത്രയാണ് പറയുന്നത്? 12.24. അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? 12ൻ്റെ നേരെ ഇരട്ടിയാണ് അപ്പുറത്ത്. 24 നാനോമീറ്റർ. സ്മോൾ ലെറ്റർ എം, നാനോമീറ്റർ. ഓക്കെ, ഇനി ഇതിൻ്റെ പറയുന്നൊരു വേറൊരു കാര്യം, എഫിഷ്യൻസി ചെക്ക്ഡ് റൊട്ടീൻലി ബൈ ബാക്ടീരിയോളജിക്കൽ ആൻഡ് വൈറോളജിക്കൽ ടെസ്റ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഈ ഓട്ടോക്ലേവിലും സ്റ്റീം സ്റ്റെറിലൈസേഷൻ, അതിലൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു ക്ലോസ്ട്രീഡിയത്തിൻ്റെയൊക്കെ സ്പോർസിനെ വയ്ക്കുന്നത്. അതാണ് ഈ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. എഫിഷ്യൻസി ഈസ് ചെക്ക്ഡ് റൊട്ടീൻലി ബൈ ബാക്ടീരിയോളജിക്കൽ ആൻഡ് വൈറോളജിക്കൽ ടെസ്റ്റസ്. ആ സെൻറ്റൻസ് മാത്രം മതി. ഓക്കെ, അപ്പം ഇൻസിനറേഷൻ പറഞ്ഞു, കെമിക്കൽ ഡിസിൻഫെക്ഷൻ പറഞ്ഞു, മൈക്രോവേവ് റേഡിയേഷൻ പറഞ്ഞു. ഇനി അടുത്തതാണ് വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ ട്രീറ്റ്മെൻറ്റ്. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, വെറ്റും ഡ്രൈയും ആയിട്ടുള്ള തെർമൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് വെറ്റ് തെർമൽ ട്രീറ്റ്മെൻറ്റ് നോക്കാം. വെറ്റ് പേരിൽ തന്നെ ഉണ്ടല്ലോ, നനവ്. അപ്പം സ്റ്റീം ഡിസിൻഫെക്ഷൻ ആണ് ഇതിൻ്റെ വേറൊരു പേര്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. വെറ്റ് തെർമലിൻ്റെ വേറെ പേരാണെന്ത്? സ്റ്റീം ഡിസിൻഫെക്ഷൻ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീമാണ് നമ്മൾ ഇതിൽ കടത്തി വിടുന്നത്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ സ്റ്റീം. സിമിലർ ടു ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. ഓട്ടോക്ലേവിനോട് സിമിലർ ആണ്. പ്രോസസ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ അനാട്ടമിക്കൽ വേസ്റ്റ് ആൻഡ് അനിമൽ കർക്കേസസ്. ഓക്കെ, അനാട്ടമിക്കൽ വേസ്റ്റിനൊന്നും നമ്മളിത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അനാട്ടമിക്കൽ വേസ്റ്റിന് സ്യൂട്ടബിൾ വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താ? ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, നോട്ട് എഫിഷ്യൻ്റ്ലി ട്രീറ്റ് കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. അതും ഓർത്ത് വയ്ക്കുക. കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിന് നമുക്ക് വെറ്റ് തെർമൽ സ്യൂട്ടബിൾ അല്ല. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, അനാട്ടമിക്കൽ വേസ്റ്റിനും അനിമൽ കർക്കേസസിനും, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിനും എന്ത് പറ്റില്ല? വെറ്റ് തെർമൽ പറ്റില്ല. ഓക്കെ, അത്രയും പോയിന്റ് പഠിച്ചു വയ്ക്കുക. വേറെ പേരാണ് സ്റ്റീം ഡിസിൻഫെക്ഷൻ. ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആയിട്ടുള്ള സ്റ്റീമാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവുമായിട്ട് സിമിലർ ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ അനാട്ടമിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. അത്രയും പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് ഡ്രൈ തെർമൽ. ഡ്രൈ തെർമലിൻ്റെ വേറെ പേരാണെന്ത്? സ്ക്രൂ ഫീഡ് ടെക്നോളജി. ഫീഡ് ടെക്നോളജി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഓഗർ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഗർ, ഒരു റൊട്ടേറ്റിംഗ് ഓഗറിലിട്ട് ചൂടാക്കുകയാണ്. ഓക്കെ, ഹീറ്റഡ് ഇൻ എ റൊട്ടേറ്റിംഗ് ഓഗർ. ഇതിൽ എന്ത് നടക്കുന്നു? വേസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 80%. വേസ്റ്റിൻ്റെ വോളിയം എത്ര കുറയുന്നു? 80% കുറയുന്നു. അതുപോലെ വെയിറ്റ് എത്ര കുറയുന്നു? 20 മുതൽ 35% വെയിറ്റ് കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഏതിനൊക്കെയാണ് സ്യൂട്ടബിൾ? ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ് മെറ്റീരിയൽസിനും അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് വേസ്റ്റിനും സ്യൂട്ടബിൾ ആണ്. നോട്ട് ബി യൂസ്ഡ് ടു പ്രോസസ് പാത്തോളജിക്കൽ, സൈറ്റോടോക്സിക് ഓർ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു പറ്റില്ല? പാത്തോളജിക്കൽ, സൈറ്റോടോക്സിക് ഓർ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന് ഡ്രൈ തെർമൽ പറ്റില്ല. എന്തിനൊക്കെ പറ്റും? ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പിന് പറ്റും.
ഇവിടെ നമ്മുടെ വെറ്റ് തെർമലിൽ പറയുമ്പം അനാട്ടമിക്കൽ വേസ്റ്റ്, അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, അനിമൽ കാർക്കേസസിനൊന്നും പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം. ലാൻഡ് ഡിസ്പോസൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇൻസിനറേഷൻ പറഞ്ഞു, വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ പറഞ്ഞു, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് മൈക്രോവേവ് ഇറേഡിയേഷൻ പറഞ്ഞു. ഇനി ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസലിൽ പറയുന്നത്, ഇനി നമ്മുടെ ഒരു മെഡിക്കൽ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിക്കോ ശരിക്കും ഇതൊന്നും ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ലാക്ക് ദ മീൻസ് ടു ട്രീറ്റ് വേസ്റ്റ്, ഇല്ലെങ്കിൽ മാത്രം ലാൻഡ് ഫില്ല് നമ്മളൊരു അക്സെപ്റ്റബിൾ മെത്തേഡ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റു വഴികളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ലാൻഡ് ഡിസ്പോസബിൾ നമ്മൾ സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ ലാൻഡ് ഡിസ്പോസൽ തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഓപ്പൺ ഡംപ്സും സാനിറ്ററി ലാൻഡ് ഫില്ലും. ഓപ്പൺ ഡംപ് എന്ന് പറയുമ്പോൾ ഒരു തുറസായ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. ഓക്കെ, ഹെൽത്ത് കെയർ വേസ്റ്റ് ഷുഡ് നോട്ട് ബി ഡെപ്പോസിറ്റഡ് ഓൺ ഓർ എറൗണ്ട് ഓപ്പൺ ഡംപ്സ്. അങ്ങനെ ഓപ്പൺ ഡംപിൽ കൊണ്ട് കളയരുതെന്നും പറയുന്നുണ്ട്. കാരണം അനിമൽസും പീപ്പിളും ഒക്കെ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ സാനിറ്ററി ലാൻഡ് ഫില്ലാണ് ബെറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സാനിറ്ററി ലാൻഡ് ഫില്ലിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഐസൊലേഷൻ ഓഫ് വേസ്റ്റ്. ഓക്കെ, എൻവയോൺമെൻറ്റിൽ നിന്ന് വേസ്റ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ നമ്മളവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻജിനീയറിംഗ് പ്രിപ്പറേഷൻ, ആ ലാൻഡിന് വേണ്ട മാറ്റങ്ങൾ നമ്മളവിടെ വരുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടെ എപ്പോഴും ഒരു സ്റ്റാഫ് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് എൻജിനീയറിംഗ് പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ ഐസൊലേഷൻ ഓഫ് വേസ്റ്റ് പറഞ്ഞു. ഇനി ഓർഗനൈസ്ഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഡെയിലി കവറേജ് ഓഫ് വേസ്റ്റ്. ഈ 4 പോയിൻ്റ്, ഐസൊലേഷൻ ഓഫ് വേസ്റ്റ്, അപ്രോപ്രിയേറ്റ് പ്ലാനിങ്, സ്റ്റാഫ്, ഓർഗനൈസ്ഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഡെയിലി കവറേജ് ഓഫ് വേസ്റ്റ്. ഈ 4 പോയിൻറ്റും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതാണ് ലാൻഡ് ഡിസ്പോസലിൻ്റെ നമ്മുടെ സാനിറ്ററി ലാൻഡ് ഫില്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിൻ്റ് ഉണ്ട്. ജിയോളജിക്കൽ ഐസൊലേഷൻ, അപ്രോപ്രിയേറ്റ് എൻജിനീയറിംഗ്, പിന്നെ സ്റ്റാഫ്, പിന്നെ ഓർഗനൈസ്ഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, അത് അത്രയും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് ഇനർട്ടൈസേഷൻ. കൂട്ടത്തിൽ കുറച്ച് ബാക്കിയുള്ളതിനേക്കാളും ഇൻസിനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനർട്ടൈസേഷനാണ്. കാരണം ഇത്രയും പറഞ്ഞ പോലെയല്ല, ഇവിടെ നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വേസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും? സിമെൻറ്റും അതുപോലുള്ള മറ്റ് സബ്സ്റ്റൻസിലും ഇട്ടതിന് ശേഷമാണ് ഡിസ്പോസ് ചെയ്യുന്നത്. എന്തിന്? ഇതിൻ്റെ വേസ്റ്റ് നമ്മുടെ സർഫസ് വാട്ടറിലോ ഗ്രൗണ്ട് വാട്ടറിലേക്കോ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെയൊക്കെ സിമെൻറ്റും അതുപോലുള്ള മറ്റു വസ്തുക്കളിലും ഇട്ട് മിക്സ് ചെയ്ത് ഒരു ബോക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജാണ് പറയുന്നത്. വേസ്റ്റ് 65%, അതായത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എത്ര? 65%. പിന്നെ ലൈം 15%, സിമെൻറ്റ് 15%, വാട്ടർ 5%. ഇത് ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ഈ പെർസെൻറ്റേജസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലൈം 15%, സിമെൻറ്റ് 15%, വാട്ടർ 5%. 65ഉം 15ഉം 80, 80ഉം 15ഉം 95, ഇതും കൂടെ ആകുമ്പോൾ മൊത്തം 100%. ഓക്കെ, അപ്പം നമ്മളിതിനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ക്യൂബോ അല്ലെങ്കിൽ പെല്ലറ്റോ ആക്കിയിട്ട് സ്യൂട്ടബിൾ സ്റ്റോറേജ് സൈറ്റിൽ കൊണ്ടുപോകുന്നു. ഓക്കെ, അതാണ് ഇനർട്ടൈസേഷൻ. എന്തൊക്കെ? വേസ്റ്റ്, ലൈം, സിമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പെല്ലറ്റ് അല്ലെങ്കിൽ ക്യൂബ്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് പിന്നീട് കൊണ്ടുപോയി സ്റ്റോറേജ് സൈറ്റിൽ സൂക്ഷിക്കുന്നു. അതാണ് ഇനർട്ടൈസേഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റാണ് ഈ ഒരു ബോക്സ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ബോക്സാണ്, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. വലിയ ബോക്സാണ്. നമ്മളെ കളർ കോഡൊക്കെ പറയുന്ന യെല്ലോയിൽ വരുന്നതാണ് ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, അനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, എക്സ്പയർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻസ്, കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ലിനൻസ്, പിന്നെ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ആൻഡ് അതർ ലബോറട്ടറി വേസ്റ്റ്. അത്രയും നമ്മുടെ യെല്ലോയിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റാണ് റെഡിൽ വരുന്നത് റീസൈക്ലബിൾ വേസ്റ്റ്, വൈറ്റിൽ വരുന്നത് വേസ്റ്റ് ഷാർപ്പ് ഇൻക്ലൂഡിങ് മെറ്റൽസ്, ബ്ലൂയിൽ വരുന്നത് ഗ്ലാസ് വെയർ ആൻഡ് മെറ്റാലിക് ഇംപ്ലാൻസ്. ഇതിൻ്റെയൊക്കെ ഓരോന്നും സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് ഇത്രയും വലിയ ബോക്സ്
പറ്റുന്നവർ പഠിക്കുക. ഇതിലിപ്പോൾ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ യെല്ലോയിൽ യെല്ലോ കളേർഡ് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്, പിന്നെ റെഡിലാണെങ്കിൽ റെഡ് കളേർഡ് ബാഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, ഇതാണ് പഠിക്കേണ്ടത്. പക്ഷേ ഞാനും നിങ്ങളെപ്പോലെ പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കും പരീക്ഷയുടെ തലേന്ന് ഇത്രയും വലിയൊരു ബോക്സ് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ചത് വേറൊരു ബോക്സാണ്. കണ്ടോ, ഈ ബോക്സാണ് ഞാൻ പഠിച്ചത്. എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത് ഈ ബോക്സാണ്. അതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു. നിങ്ങളടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മറ്റേ വലിയ ബോക്സ് തന്നെയാണ്. അത് പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക, ഇത് നോക്കണ്ട. ഇനി അത് തീരെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോക്സ് വെച്ചത്. സോ ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് യെല്ലോ കളർ വേസ്റ്റ്, നെക്സ്റ്റ് റെഡ് കളർ, വൈറ്റ്, ബ്ലൂ. യെല്ലോയിൽ യെല്ലോ അവിടെ നിൽക്കട്ടെ, നമുക്ക് റെഡ് പറയാം ആദ്യം. റെഡ് എന്ന് പറയുമ്പം നമ്മൾ റീസൈക്ലബിൾ വേസ്റ്റാണ് റെഡിൽ പറയുന്നത്. വൈറ്റിൽ മെറ്റൽസ് ആൻഡ് ഷാർപ്പ്, ബ്ലൂവിൽ ഗ്ലാസ് വെയർ, പിന്നെ മെറ്റാലിക് ഇംപ്ലാൻസും ഉണ്ട് കേട്ടോ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുകൾ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് വേർഷനാണ്. പറ്റുന്നവർ പഠിക്കുക. മറ്റേത് പറ്റുന്നവർ മറ്റേത് തന്നെ പഠിക്കുക. പിന്നെ അത് തീരെ പറ്റാത്തവർ ആദ്യം നിങ്ങൾ മറ്റേത് പഠിക്കാൻ നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഈ ബോക്സ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഓർത്ത് വയ്ക്കാൻ. മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ടാവും. കാരണം ഇത്രയും വേസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് വേസ്റ്റ് കണ്ടില്ലേ, കുറേ ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും നമുക്ക് മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതിനാണ് വേറൊരു നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞുതരാമെന്ന് കരുതിയത്. WSM. ഓക്കെ, WSM എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? W ഫോർ വൈറ്റ്, വെള്ള കളറിൽ എഴുതിയല്ലേ വൈറ്റ്. B ഫോർ ബ്ലൂ, R ഫോർ റെഡ്. ഇപ്പോൾ WSM, S എന്താ? ഷാർപ്സ്, M മെറ്റൽസ്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുക? WSM. അടുത്തയാണ് ബിഗ്, B ഫോർ ബ്ലൂ. ബ്ലൂവിൽ വരുന്നതാണ് ഗ്ലാസും ഇംപ്ലാൻസും. ശരിക്കും ഇത് മെറ്റാലിക് ഇംപ്ലാൻസ് ആണ്. ആ ബിഗ് എന്ന് പറയുന്ന കോഡിനോട് ചേരാൻ വേണ്ടിയിട്ടാണ് ഇംപ്ലാൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് മെറ്റാലിക് ഇംപ്ലാൻസ് എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ബിഗിൽ വരുന്നതാണ് ബ്ലൂ, പിന്നെ ഗ്ലാസ് ഇംപ്ലാൻസ്. ഓക്കെ, നെക്സ്റ്റ് റെഡ്, RE, എന്താ? റീസൈക്ലബിൾ. ഓക്കെ, അതാണ് റെഡിൻ്റെ കോഡ്. RE എടുക്കുക, റീസൈക്ലബിൾ. ഇനി ഈ ഷാർപ്പല്ല, മെറ്റലല്ല, ഗ്ലാസ് അല്ല, മെറ്റാലിക് ഇംപ്ലാൻസ് അല്ല, റീസൈക്ലബിൾ അല്ല, അങ്ങനെയുള്ള വേസ്റ്റൊക്കെ വരുന്നത് യെല്ലോയിൽ. ഓക്കെ, യെല്ലോ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ പഠിച്ച് വയ്ക്കുക. ബാക്കി എല്ലാ വേസ്റ്റും യെല്ലോ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അത് അപ്പോൾ നമ്മുടെ കോഡ് WSM, ബിഗ്, റെഡ്, അത്രയും. ഓക്കെ, ഇത് മൂന്നും പഠിച്ച് വയ്ക്കുക. ഇനി നെക്സ്റ്റാണ് ഇന്ത്യയിൽ നമ്മുടെ 2 ബയോമെഡിക്കൽ വേസ്റ്റാണ് റൂൾസാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫസ്റ്റ് തന്നെ ഏതാ? 1998 ജൂലൈ 28 വന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. പിന്നെ നമ്മൾ ഇതിനെ മാറ്റി 2016 ആയപ്പോഴേക്ക് നമ്മൾ റൂൾസ് മാറ്റി. നമ്മൾ പുതിയ റൂൾ കൊണ്ടുവന്നു, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, മാർച്ച് 28, 2016. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മളിപ്പോൾ പഠിച്ച ആ ബോക്സ് ഈ രണ്ടാമത്തേൽ വരുന്നതാണ് 4 കളർ കോഡ് വരുന്നത്. എന്നാൽ ആദ്യത്തതിൽ വരുന്ന എന്തായിരുന്നു എന്നറിയോ? 10 കാറ്റഗറീസ് ആയിരുന്നു. കാറ്റഗറി 1, കാറ്റഗറി 2 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ബോക്സിനേക്കാളും ഭയങ്കര ടഫായിരുന്നു. അതായത് നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് സിമ്പിളാക്കിയതാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, മാർച്ച് 28, 2016. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള മെയിൻ പോയിൻറ്റ്സ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഒരു തവണയെങ്കിലും വായിക്കുക. പറ്റുമെങ്കിൽ ആ വലിയ ബോക്സാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ essay ചോദിച്ചിരുന്നത് ഈ ബോക്സ് ആയിരുന്നു. അപ്പോൾ ഈ ബോക്സ് പഠിക്കാൻ പറ്റാത്തവർ മാത്രം എന്ത് ചെയ്യുക? ഈ ബോക്സ് നോക്കി വയ്ക്കുക. ഓക്കെ, അതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാ? ജീറിയാട്രിക്സ്. ഓക്കെ, ജീറിയാട്രിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കോർ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ. എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. നമുക്കിതിനകത്ത് 1-2 ടേംസ് ഉണ്ട്. ആ ടേംസിൻ്റെ ഡെഫിനിഷൻ ഒരു 1 സെൻറ്റൻസ് ഒക്കെ ഉള്ളൂ. ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതും മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഇവർ നേരിടുന്ന ഹെൽത്ത് പ്രോബ്ലംസ് പറയുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് സ്റ്റാറ്റസ്, ഇത് കുറച്ച് പഠിക്കാനുള്ള കാര്യമാണ്. അതായത് മാറിപ്പോവാതെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും പഠിക്കാനുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ട് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്.
ഇതും കയ്യിൽ നിന്ന് ഇടാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പം ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും ഭയങ്കര സിമ്പിളാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തീരും. ഇത് രണ്ടും ഒരു ഐഡിയ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ പോർഷൻസാണ്. അപ്പം ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും ഹെൽത്ത് പ്രോബ്ലംസും ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജസ് നിങ്ങൾക്ക് കയ്യിൽ നിന്നിടാൻ പറ്റും. ഇത് മാത്രമേ നിങ്ങളൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഏരിയാസിലോട്ട് പോവാം. ഫസ്റ്റ് ഡെഫിനിഷൻ. നമുക്ക് കുറേ ഡെഫിനിഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ ജെറൻറ്റോളജി എന്താ, ക്ലിനിക്കൽ ജെറൻറ്റോളജി എന്താ, ജീറിയാട്രിക്സ് എന്താ, ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഫസ്റ്റ് ജെറൻറ്റോളജി. ഓളജി എന്ന് വെച്ചാൽ എന്താ? ഓളജി എന്ന് വെച്ചാൽ സ്റ്റഡി ആണല്ലേ. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു വാക്കാണ് ഓളജി എന്ന് വെച്ചാൽ സ്റ്റഡിയാണ്. അപ്പം ജെറൻറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ്, ഇവിടെ ആൻഡ് ആണ് കേട്ടോ, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് വിച്ച് ആർ ഇൻസിഡൻറ്റ് ടു ഓൾഡ് ഏജ്. നമ്മുടെ പ്രായം കൂടുമ്പോൾ വരുന്ന ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ, അതിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ജെറൻറ്റോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റാണ് ജീറിയാട്രിക്സ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ജെറൻറ്റോളജി. ക്ലിനിക്കൽ ജെറൻറ്റോളജി എന്ന് വെച്ചാൽ എന്താ, ജീറിയാട്രിക്സ് എന്ന് വെച്ചാൽ എന്താ, രണ്ടും സെയിം ആണ്. ഓക്കെ, ജീറിയാട്രിക്സും ക്ലിനിക്കൽ ജെറൻറ്റോളജിയും സെയിം ആണ്. ദ കെയർ ഓഫ് ഏജ്ഡ്, പ്രായമായവരുടെ കെയർ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ജീറിയാട്രിക്സ് അല്ലെങ്കിൽ ജെറൻറ്റോളജി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ജെറൻറ്റോളജി എന്ന് പറയുന്നൊരു കാര്യം ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ചോദിച്ച് കണ്ടിട്ടില്ല എക്സാമിന്. എക്സ്പെരിമെൻ്റൽ ജെറൻറ്റോളജി, ജീറിയാട്രിക് ഗൈനക്കോളജി, സെനൈലിറ്റി, ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സും കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷേ ചോദിച്ച് കണ്ടിട്ടില്ല എക്സാമിന്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് വയ്ക്കുക. ഇപ്പോൾ സോഷ്യൽ ജെറൻറ്റോളജി എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഈ എന്താ ഏജിങ്ങും സോഷ്യൽ ആസ്പെക്ട്സും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ സോഷ്യൽ ജെറൻറ്റോളജി എന്ന് പറയുന്നത്. അതായത് സ്റ്റഡി ഓഫ് സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ഏജിങ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്ക്, പേരിലുണ്ടല്ലോ സോഷ്യൽ ആസ്പെക്റ്റ്, സോഷ്യൽ ജെറൻറ്റോളജി. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റൽ ജെറൻറ്റോളജി. എക്സ്പെരിമെൻ്റൽ ജെറൻറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏജിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു റിസേർച്ച്, അതിനെയാണ് എക്സ്പെരിമെൻ്റൽ ജെറൻറ്റോളജി. ആ റിസേർച്ചും പേരിലുണ്ട്, എക്സ്പെരിമെൻ്റ് എന്നുണ്ടല്ലോ, റിസേർച്ച്. ഓക്കെ, സോഷ്യൽ ആസ്പെക്റ്റ് അതും പേരിലുണ്ട്, എക്സ്പെരിമെൻറ്റും പേരിലുണ്ട്. നെക്സ്റ്റ് ആണ് ജീറിയാട്രിക് ഗൈനക്കോളജി. അതായത് നമ്മുടെ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന റീപ്രൊഡക്റ്റീവ് ലെവൽ ഓഫ് മാറ്റങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു പഠനത്തിനെയാണ് നമ്മൾ ഗൈനക്കോളജി. ഗൈനക്കോളജി ഏതാണെന്ന് അറിയാമല്ലോ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ചാണല്ലേ. നെക്സ്റ്റ് സെനൈലിറ്റി. സെനൈലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഡിക്ലൈൻ, അതിനെയാണ് നമ്മൾ സെനൈലിറ്റി എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഫിസിക്കൽ ഡിക്ലൈൻ അസോസിയേറ്റഡ് വിത്ത് ഏജിങ് അല്ലെങ്കിൽ ഓൾഡ് ഏജ്, അതാണ് സെനൈലിറ്റി. ഓക്കെ, അത്രയാണ് ഡെഫിനേഷൻസ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ആകെ കെയർ ഓഫ് ഓൾഡ് ഏജ് എന്നൊക്കെ പറയുന്ന 2-3 പോയിൻറ്റുകളേ ഉള്ളൂ, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഡെഫിനേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മൾ ഇവരെ പ്രായത്തിനെ വെച്ചൊന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 65 മുതൽ 75 വയസ്സ് വരെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? യങ് ഓൾഡ് ഏജ് എന്ന് വിളിക്കുന്നു. 75 മുതൽ 85 എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് വിളിക്കുന്നു? അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ് എന്ന് വിളിക്കുന്നു. ഇനി 85 കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുന്നു? വെരി അഡ്വാൻസ്ഡ്. ഓക്കെ, അപ്പം 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്: യങ് ഓൾഡ് ഏജ്, അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ്, വെരി അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ്. ഓക്കെ, ഇനി യങ് ഓൾഡ് ഏജിൻ്റെ പ്രത്യേകത എന്താ? യങ് ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ അവരുടെ വർക്കിംഗ് ലൈഫിൽ നിന്ന് റിട്ടയർമെൻറ്റിലോട്ടുള്ളൊരു ട്രാൻസിഷനാണല്ലേ. വർക്കിംഗ് ലൈഫിൽ നിന്ന് റിട്ടയർമെൻറ്റിലോട്ടുള്ളൊരു ട്രാൻസിഷനെയാണ് നമ്മൾ യങ് ഓൾഡ് ഏജ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ്. ഈ അഡ്വാൻസ്ഡ് ഓൾഡ് ഏജിൽ വരുന്നതാണ് ഫങ്ഷണൽ ലോസ്. അവരുടെ കാഴ്ച കുറയുന്നു, കേൾവി ശക്തി കുറയുന്നു, അങ്ങനെ ഫങ്ഷണൽ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ്. മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ആണെന്ത്? വെരി അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ്, അതായത് 85 വയസ്സിൽ കൂടുമ്പം. അതിൻ്റെ നമ്മുടെ സ്പെഷ്യൽ കെയർ വേണം, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടും അവർക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അതാണ് വെരി അഡ്വാൻസ്ഡ് ഓൾഡ് ഏജും യങ് ഓൾഡ് ഏജും തമ്മിലുള്ള വ്യത്യാസം. വർക്ക് ലൈഫിൽ നിന്ന് റിട്ടയർമെൻറ്റിലോട്ടുള്ള ട്രാൻസിഷനെയാണ് യങ് ഓൾഡ് ഏജ്. അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ് എന്ന് പറയുമ്പം ഫങ്ഷണൽ ലോസ് ബിഗിൻ ചെയ്യുന്നത് ഈ വെരി അഡ്വാൻസ്ഡ് ഓൾഡ് ഏജിലാണ്. വെരി അഡ്വാൻസ്ഡിലാകുമ്പോൾ അവർക്ക് കെയറും വേണം, സപ്പോർട്ടും വേണം. ഓക്കെ,
അതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഡെഫിനിഷൻ കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. അതാണ് ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് ജസ്റ്റ് ഒരു കഥ പോലെ കേട്ട് ഇരിക്കുക. നിങ്ങൾക്കിത് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണെന്ത്? ഡ്യൂ ടു ഏജിങ് പ്രോസസ്സ്. പ്രായമാവുമ്പോൾ അവർക്ക് വരുന്ന, പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വരുന്ന പ്രോബ്ലംസ് എന്താ? സെനൈൽ കാറ്ററാക്റ്റ്, തിമിരം, ഗ്ലൂക്കോമ, നെർവ് ഡെഫ്നെസ്, ഓസ്റ്റിയോപോറോസിസ്. ടെക്സ്റ്റിൽ ഇനിയും കുറേ പോയിന്റുകൾ പറയുന്നുണ്ട്. സോ എക്സെട്ര. ഓക്കെ, അപ്പം പ്രായമാവുന്നത് കൊണ്ട് അവർക്ക് എന്ത് വരാം? തിമിരം വരാം, ഗ്ലൂക്കോമ വരാം, കേൾവി ശക്തി കുറയാം, എല്ലുകളുടെ ശക്തി സ്ട്രെങ്ത് കുറയാം, അതൊക്കെ. ഓക്കെ, അതാണ് ഡ്യൂ ടു ഏജിങ് പ്രോസസ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ഏജിങ് പ്രോസസ്സ് കാരണം വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ്. രണ്ടാമത്തെ ഹെൽത്ത് പ്രോബ്ലം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ലോങ് ടേം ഇൽനെസ്. ലോങ് ടേം ഇൽനെസ് ഏതൊക്കെയാണ്? അതായത് ക്രോണിക് ഇൽനെസ് കാരണം ഏതൊക്കെയാണ്? ഒന്ന് ഡീജനറേറ്റീവ് ഡിസീസ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസിൽ വരുന്ന ഡീജനറേറ്റീവ് ഡിസീസസ്. അതായത് നമ്മുടെ ഒരു 40 വയസ്സിന് മേലെ ആകുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ എന്തടിഞ്ഞുകൂടും? ലിപ്പിഡിൻ്റെ ഡെപ്പോസിഷൻസ് നടക്കും, ലിപ്പിഡ്സിൻ്റെ ഒക്കെ. അത് കാരണം നമുക്ക് എന്ത് വരും? അതെറോസ്ക്ലീറോസിസ് കേട്ടിട്ടില്ലേ? അതായത് നമ്മളെ ബ്ലഡ് വെസൽസ് നാരോ ആവും. ഒരു 40 വയസ്സിന് ശേഷം നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ലിപ്പിഡ്സും മറ്റു സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് വെസൽസ് നാരോ ആയി നമുക്ക് മറ്റുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസും അതെറോസ്ക്ലീറോസിസ് ഒക്കെ ഉണ്ടാകുന്നതിനെയാണ് ഈ ഡീജനറേറ്റീവ് ഡിസീസ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസിൽ പറയുന്നത്. നെക്സ്റ്റ് ആണെന്ത്? ക്യാൻസർ. ക്യാൻസറിൽ പറയുന്നത് 40 വയസ്സിന് മേലോട്ടാകുമ്പം, 40 വയസ്സിൽ കൂടുമ്പോൾ നമുക്ക് എന്ത് വരും? ക്യാൻസറിലോട്ടുള്ള ചാൻസ് കൂടും. ഇനി 65 വയസ്സിന് മുകളിലെത്തുന്നവരിൽ എന്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ, അതാണ് ക്യാൻസറിൽ പറയുന്ന പോയിൻറ്റ്സ്. നെക്സ്റ്റ് ആണെന്ത്? ആക്സിഡൻസ്. ആക്സിഡൻസ് എന്ന് പറയുമ്പം നമ്മുടെ ബോൺസിലൊക്കെ എന്ത് പറ്റും? പ്രായമാകുമ്പം ഡീകാൽസിഫിക്കേഷൻ നടക്കും അല്ലേ? ഡീകാൽസിഫിക്കേഷൻ, അതായത് കാൽസ്യം കണ്ടൻറ്റ് കുറഞ്ഞു വരും. അത് കാരണം ബോൺസ് എന്താവും? കട്ടി കുറയും, ഭയങ്കര ഫ്രജൈലാവും. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ബോൺസിൽ പൊട്ടലുകൾ സംഭവിക്കും. അതിൽ നമുക്ക് പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പൊട്ടലാണ് ഏത്? നമ്മുടെ ഫീമർ ഉണ്ടല്ലോ, തുടയില്ലേ, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ എല്ലാണല്ലേ, അതിൻ്റെ നെക്ക്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫീമറിൻ്റെ നമ്മളിപ്പം ഇങ്ങനെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോർഷൻ ഉണ്ടല്ലേ, അതിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണെന്ത്? നെക്ക് ഓഫ് ഫീമർ. അവിടെ ഏറ്റവും കൂടുതൽ എന്ത് പറ്റും? ഫ്രാക്ചേഴ്സ് സംഭവിക്കും. അപ്പം ആക്സിഡൻറ്റിൻ്റെ കോമൺ സൈറ്റ് എപ്പോഴും വീട് തന്നെയായിരിക്കും. ഇവർ അധികവും നമ്മുടെ ഈ പ്രായമാകുന്നവരൊക്കെ വീടുകളിൽ അടങ്ങി കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പോൾ അവർക്ക് കോമൺ ആക്സിഡൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഹോമാണ്. ഓക്കെ, അപ്പം ഹോമിൽ തന്നെ ഡീകാൽസിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലുകളുടെ ശക്തി കുറയും. അതുകൊണ്ട് തന്നെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് ജസ്റ്റ് ഇപ്പം ഒരു ചെറിയ കുട്ടി വീഴുന്നതും ഒരു പ്രായമായ ഒരാൾ വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുട്ടികളുടെയൊക്കെ എല്ല് കുറച്ചുകൂടെ ഇപ്പം കംപ്ലീറ്റ് കാൽസിഫിക്കേഷനൊക്കെ നടന്ന ഒരു കുട്ടിയുടെ എല്ല് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. ആ കുട്ടി വീഴണ അതേപോലെ ഒരു പ്രായമായ ആൾ വീഴുമ്പം അയാളുടെ എല്ല് പൊട്ടും. അതാണ് ഈ ആക്സിഡൻറ്റ്സിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണെന്ത്? ഡയബറ്റിസ്. ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സിന് മേലോട്ടെത്തുമ്പം അവർക്ക് അവരുടെ, അതായത് ആയതാണല്ലോ, അവരുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം പിന്നീട് ഡയബറ്റിസ് ഉണ്ടാവും. ഈ ഡയബറ്റിസ് ആണ് പ്രായമാകുന്നവരിൽ ഒരു ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോക്കോമോട്ടോർ ഡിസീസ്. ലോക്കോമോട്ടോർ ഡിസീസ് എന്ന് പറയുമ്പം മയോസൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഗൗട്ട് എക്സെട്ര, അങ്ങനെ കുറച്ച് ഡിസീസസ് ആണ് ഈ ലോക്കോമോട്ടർ ഫങ്ഷനിൽ പറയുന്നത്. മയോസൈറ്റിസ് എന്ന് പറയുമ്പോൾ മസിൽസിൻ്റെ ഇൻഫ്ലമേഷൻ. പിന്നെ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോയിൻസിൻ്റെ ഇൻഫ്ലമേഷൻ. ഗൗട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ജോയിൻസിലൊക്കെ യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗൗട്ട്. ഓക്കെ, അതാണ് ഡിസീസ് ഓഫ് ലോക്കോമോട്ടോർ. നെക്സ്റ്റ് ആണ് റെസ്പിറേറ്ററി ഇൽനെസ്. റെസ്പിറേറ്ററി ഇൽനെസ്സിൽ പറയുന്നത് ഏതൊക്കെയാണ്? ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, പിന്നെ എംഫിസീമ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് പ്രായമായവരിൽ റെസ്പിറേറ്ററി ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിൽ പറയുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് വരാം. പിന്നെ ഡിസ്യൂറിയ. ഡിസ്യൂറിയ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, അതാണ് ഡിസ്യൂറിയ, അതുണ്ടാവാം.
നൊക്ചൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ് അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡിസ്യൂറിയ ഉണ്ടാവും, നൊക്ചൂറിയ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ആൻഡ് അർജൻസി ഓഫ് മിക്ചുറേഷൻ, മൂത്രമൊഴിക്കാൻ പെട്ടെന്ന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇപ്പോൾ പോയിട്ടേ ഉണ്ടാവും, എന്നാലും മൂത്രമൊഴിക്കാൻ ഫ്രീക്വൻസി കൂടുതലായിരിക്കും അവർക്ക്. അതാണ് ജെനിറ്റോ യൂറിനറി സിസ്റ്റം. അപ്പോൾ നമ്മൾ ഏജിങ് പ്രോസസ്സ് കാരണം വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞു, ലോങ് ടേം ഇൽനെസ് പറഞ്ഞു. ലോങ് ടേം ഇൽനെസ്സിൽ ഏതൊക്കെയാണ്? ഡീജനറേറ്റീവ് ഡിസീസ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ, ക്യാൻസർ, ആക്സിഡൻറ്റ്, ഡയബറ്റിസ്, ലോക്കോമോട്ടോർ ഡിസീസ്, റെസ്പിറേറ്ററി ഇൽനെസ്, ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ഓക്കെ, ഇതിൽ വേറൊരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ബയോളജിക്കൽ ഏജ്. ഒരാളുടെ ബയോളജിക്കൽ ഏജും ക്രോണോളജിക്കൽ ഏജും എന്താ ഈക്വൽ ആണോ? അല്ല, അത് നോട്ട് ഈക്വൽ ആണ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഏജ് ഗ്രൂപ്പ്, അതായത് നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് ഈ ക്രോണോളജിക്കൽ ഏജ് ആണ്. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജുമായിട്ട് വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു 65-75 വയസ്സ് പ്രായമുണ്ട്. അവർക്ക് ക്രോണോളജിക്കലി ഇപ്പോൾ മമ്മൂട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് 74 or 75 എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട ഒരിക്കലും നമ്മൾ ഒരു 75 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത്, അല്ലേ? ഇപ്പം മോഹൻലാലൊക്കെ ആണെങ്കിൽ ഒരു 65 വയസ്സുകാരൻ്റെ ഫൈറ്റല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു 45-50 ആ ഒരു ഏജ് ഗ്രൂപ്പല്ലേ പറയുന്നത്. അപ്പം അതാണ് അയാളുടെ ഒരു ഫങ്ഷണൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ബയോളജിക്കൽ ഏജാണ് ഈ ഒരു 50 or 45 സംതിങ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ സ്വന്തം ഏജ്. ഓക്കെ, ശരിയായ ഏജിനെയാണ് ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ക്രോണോളജിക്കൽ ഏജും അയാളുടെ ബയോളജിക്കൽ ഏജും നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, രണ്ടും സെയിം അല്ല. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസിൽ ചോദിക്കാം, ഈ ക്രോണോളജിക്കൽ ഏജ് ആൻഡ് ബയോളജിക്കൽ ഏജ് ആർ സെയിം എന്ന് പറയാം. അപ്പോൾ അത് എന്താണ്? അത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പം 2 പോയിന്റ്സ് പറഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. പ്രായമാവുന്നവരിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അതിലൊന്നാമത്തെയാണ് എന്ത്? മെൻ്റൽ ചേഞ്ചസ്. മെൻ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രായമാകുമ്പോൾ അവരുടെ മെമ്മറി കുറയും, അല്ലേ? ഇംപെയർഡ് മെമ്മറി ആവാം. പിന്നെന്താ, അവരുടെ ഇൻകം കുറയും. പ്രായമായില്ലേ, അപ്പോൾ അവർക്ക് ഒരു ജോലിക്ക് പോകാനോ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഇൻകം കുറയുന്നു. ഇൻകം കുറയുമ്പോൾ എന്ത് പറ്റും? അത് നേരെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കുറയാൻ ചാൻസ് ആവും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതും എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ഇതൊക്കെ കാരണം അവർക്ക് മെൻ്റൽ കണ്ടീഷൻ എന്താവുന്നു? ഭയങ്കര മോശമാവുന്നു. അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെ മോശമാവുന്നു, കണ്ടീഷൻ മോശമായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ ചേഞ്ചസിൽ പറയുന്ന പോയിന്റ്. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും. നെക്സ്റ്റ് ആണ് സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പം സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ഒരു സെക്ഷൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. അവരുടെ 40-50 വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി നന്നായിട്ട് കുറയും, 40 to 50 ഏജ് ഗ്രൂപ്പിൽ. ഇത് കാരണം എന്ത് പറ്റും? അവർക്ക് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതായത് ഈ ഇറിറ്റബിലിറ്റി, ജലസി ഒക്കെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഈ സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. അതായത് 40 മുതൽ 50 വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സെക്ഷൽ താല്പര്യങ്ങൾ കുറയും. ഇത് കാരണം അവർക്ക് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഇറിറ്റബിലിറ്റിയും ജലസിയൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഇമോഷണൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയുമ്പം അവരുടെ സോഷ്യൽ മാലഡ്ജസ്റ്റ്മെൻറ്റ് കാരണം വരുന്നതാണ്. അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവർ തന്നെ മനസ്സിലാക്കിയെടുക്കണം എന്തെന്ന്, ഏജിങ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ക്രൂഷ്യൽ ഫേസ് ആണ്. അത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവർ അക്സെപ്റ്റ് ചെയ്യണം. ഏജിങ് എന്ന് പറയുന്ന ഒരു ലൈഫിൻ്റെ ക്രൂഷ്യൽ പാർട്ടാണെന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അതുമായി അവർ പൊരുത്തപ്പെട്ട് പോകാൻ അല്ലെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ അവർക്ക് പറ്റണം. അങ്ങനെ അവർക്ക് പറ്റാതിരിക്കുമ്പോൾ അവർക്ക് എന്ത് വരും? ഡിപ്രഷൻ വരാം, അതുപോലുള്ള മെൻ്റൽ കണ്ടീഷൻസിലോട്ട് പോവാം. ഈവൻ അത് പിന്നീട് എന്ത് ചെയ്യാം? സൂയിസൈഡിലോട്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പം സൈക്കോളജിക്കൽ പ്രോബ്ലംസിൽ എന്തൊക്കെ വരും? മെൻ്റൽ ചേഞ്ചസ് പറഞ്ഞു, സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഓഫ് ഹെൽത്ത് ഏജിങ്ങിൽ എന്തൊക്കെയാണ് പറഞ്ഞ്? ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഏജിങ്ങിൽ 3 പോയിൻ്റാണ് ഇതുവരെ പറഞ്ഞത്. ഏജിങ് പ്രോസസ്സ് കാരണം, പിന്നെ ലോങ് ടേം ഇൽനെസ് കാരണം, അല്ലെങ്കിൽ അവരുടെ
സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാരണം. അപ്പോൾ ഈ 3 പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റാണ് എന്ത്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ്. ഇതും മനസ്സിലാക്കി വയ്ക്കുക, കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ ഏരിയ ആണ്. 1 ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, 2 എക്സസൈസ്, 3 വെയ്റ്റ്, 4 സ്മോക്കിംഗ്, 5 ആൽക്കഹോൾ ആൻഡ് 6 സോഷ്യൽ ആക്ടിവിറ്റീസ്. ഈ 6 പോയിൻറ്റും പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് കിട്ടും. ഇതും 5 മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പം നല്ല ഡയറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ കുറയും. അതായത് നമ്മളിപ്പം എക്സസീവായിട്ട് ഫാറ്റ് കണ്ടെയ്ൻഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യും, കൂടും അല്ലേ. കൊളസ്ട്രോൾ നന്നായിട്ട് കൂടും, അതുവഴി മറ്റുള്ള അസുഖങ്ങൾ വരും, മരണം വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഡയറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതുവഴി തന്നെ ഒരുവിധമുള്ള എല്ലാ രോഗങ്ങളും കൺട്രോൾ ചെയ്ത് നടത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് മാക്സിമം പോയിൻ്റ് ചെയ്യുക. അതായത് എന്താ, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, ഫാറ്റ് കണ്ടൻറ്റും ഓയിൽ കണ്ടൻറ്റൊക്കെ കുറവായിരിക്കണം, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക, കൂട്ടുക, നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക, സോൾട്ടും ഷുഗറും എന്ത് ചെയ്യുക, സോൾട്ട് ആൻഡ് ഷുഗർ കുറയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, കാൽസ്യം കണ്ടൻറ്റും ആൻഡ് ഫൈബർ, കാൽസ്യം ആൻഡ് ഫൈബർ റിച്ച് ഫുഡ്സ് നന്നായിട്ട് കൺസ്യൂം ചെയ്യുക. ഓക്കെ, അതങ്ങനെ കയ്യിൽ നിന്നിട്ട് മാക്സിമം പോയിൻ്റ് എഴുതുക. നെക്സ്റ്റാണ് എക്സസൈസിൽ പറയുന്നത് നമ്മൾ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാം അല്ലേ. അതേപോലെ നമുക്ക് വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറ്റും, നമ്മുടെ ബോഡി ബാലൻസ് കൂടും. അതുപോലെ എന്താ, ബ്ലഡ് സർക്കുലേഷൻ കൂടും, BP കുറയും. പിന്നെന്താ, ബോൺ ഡെൻസിറ്റി കൂടും. ഓക്കെ, അതേപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ത് ചെയ്യും, കുറയും. അതായത് എല്ലിൻ്റെ കട്ടി കുറയുന്ന അവസ്ഥ, അത് കുറയും. അപ്പോൾ നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂടുന്നു, നമുക്ക് കുറച്ചുകൂടെ ലൈഫിൽ കുറച്ചുകൂടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഫ്രാക്ചർ കോമൺ കോസ് ആണെന്ന്, അത് തടയാൻ പറ്റും. ഓക്കെ, അതാണ് എക്സസൈസിൽ പറയുന്നത്. നെക്സ്റ്റാണ് വെയ്റ്റ്. അതായത് നമുക്ക് വെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒബിസിറ്റി വരാം അല്ലേ. ഒബിസിറ്റി, അതുപോലെ BP, ഇത് മാത്രമാണോ, അല്ല, ഡയബറ്റീസ്, പിന്നെ സ്ട്രോക്ക്, അങ്ങനെയുള്ള തീരില്ല കുറേ അസുഖങ്ങളുണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്. ഹൈപ്പർ ടെൻഷൻ, അതൊക്കെ നമ്മൾ CVD CHD ഒക്കെ പഠിച്ചല്ലോ. അതൊക്കെയാണ് വെയിറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാവുന്ന ചാൻസ്. വെയിറ്റ് ഒരു റിസ്ക് ഫാക്ടറാണ് അല്ലേ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക. നെക്സ്റ്റാണ് സ്മോക്കിങ്ങിൽ പറയുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്കിങ് ആസ് യൂഷ്വൽ നല്ല സാധനമല്ല, അത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കയ്യിൽ നിന്നിട്ട് 2-3 പോയിൻ്റ് എഴുതുക. പിന്നെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു പോയിൻ്റ്, 50-ാമത്തെ വയസ്സിൽ നമ്മൾ സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. 50-ാമത്തെ വയസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത, അതായത് നമ്മൾ 50-ാമത്തെ വയസ്സിൽ സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത എത്രയായിട്ട് കുറയുന്നു, 50% താഴെയായിട്ട് കുറയുന്നു. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, നിങ്ങൾ 50-ാമത്തെ വയസ്സിൽ, ഒരു പ്രായമായ ഒരാൾ 50-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നു, സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അയാളുടെ 50-ാമത്തെ വയസ്സിൽ അയാൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 15 വർഷത്തിനുള്ളിൽ അയാൾ മരിക്കാനുള്ള സാധ്യത എന്താണ്, 50% താഴെയായി കുറയുന്നു. ഓക്കെ, ആ ഒരു പോയിൻ്റ് മാത്രമാണ് ടെക്സ്റ്റിൽ പറയുന്നത് സ്മോക്കിങ്ങിനെ കുറിച്ച്. നെക്സ്റ്റാണ് എന്ത്, ആൽക്കഹോൾ അല്ലേ. അപ്പം ആൽക്കഹോളിൽ പറയുന്ന പോയിൻ്റ്, നമ്മളിപ്പോൾ ഒരു ഏജ് കുറഞ്ഞ ആളും ഏജ് കൂടിയ ആളും ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പം സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതായത് ആൽക്കഹോളിൻ്റെ കേസിൽ ഏജ് കൂടുന്നതനുസരിച്ച്, ആസ് ഏജ് ഇൻക്രീസസ് സെൻസിറ്റിവിറ്റിയും കൂടുന്നു. അതായത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഏജ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സെൻസിറ്റിവിറ്റി. ഏജ് കൂടുന്നതിനനുസരിച്ച് സെൻസിറ്റിവിറ്റിയും കൂടും. അതായത് ഒരാളിപ്പോൾ ഒരു പെഗ് കഴിച്ചെന്ന് കരുതുക, ഒരു 30 വയസ്സുള്ള ഒരാൾ ഒരു പെഗ് കഴിക്കുന്നതും 60 വയസ്സുള്ള ഒരാൾ ഒരു പെഗ് കഴിക്കുന്നതും രണ്ട് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്.
60 വയസ്സുള്ള ഒരാൾക്ക് കുറച്ചുകൂടെ എന്താ അയാൾക്ക് കുറച്ചുകൂടെ കൺട്രോൾ കുറവായിരിക്കും, മറ്റേ ആൾക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും, ടോളറൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഏജ് കൂടുന്തോറും സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. പിന്നെ എന്താ, ആൽക്കഹോൾ കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, കൈ നിട്ട് എഴുതാൻ പറ്റിയ ടോപ്പിക്കാണല്ലോ. ലിവർ ഡിസീസ് ഉണ്ടാവും, പിന്നെ സ്റ്റൊമക്ക് കൾസർ ഉണ്ടാവും, ഒരു മൊത്തം കുറേ ക്യാൻസർ അങ്ങ് എഴുതി വയ്ക്കുക. പിന്നെന്താ, ഗൗട്ട് ഉണ്ടാവുന്നു, ഡിപ്രഷൻ, ഓസ്റ്റിയോപോറോസിസ്, പിന്നെന്താ ഹാർട്ട് ഡിസീസ്, ബ്രസ്റ്റ് ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഒരു വിധം നിങ്ങൾ NCD ഒക്കെ പഠിച്ചതാണല്ലോ. എല്ലാ NCD വേണമെങ്കിൽ അങ്ങ് എഴുതി വെച്ചോ. എന്നിട്ട് ആൽക്കഹോൾ കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു, അതുപോലെ സ്മോക്കിംഗ് കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു, അതുകൊണ്ട് അതൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ആണെന്ത്, സോഷ്യൽ ആക്ടിവിറ്റീസ്. സോഷ്യൽ ആക്ടിവിറ്റീസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രായമാകുമ്പോൾ ആൾ എന്ത് ചെയ്യുന്നു, സോഷ്യലി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു, അതായത് വീട്ടിനകത്തോട്ട് ചുരുക്കുന്നു. നെക്സ്റ്റ് എന്താ, അവർക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കും, ഫ്യൂ ഫ്രണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് പുറത്തേക്ക് പോകുന്ന ഇത് റെയർ ആവുന്നു, റെയർലി ഗോ ഔട്ട്. ഓക്കെ, ഇതൊക്കെ ആകുമ്പം അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ലെസ് ഹെൽത്തി, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവും, ലെസ് ഹെൽത്തി ആയിരിക്കും. അതായത് റെയർ ആയിട്ടേ പുറത്ത് പോകുന്നുള്ളൂ, ഫ്രണ്ട്സ് കുറവാണ്, ഐസൊലേറ്റഡ് ആയിട്ട് ഒരാളാണെങ്കിലൊക്കെ അയാൾ എന്താ, ലെസ് ഹെൽത്തി ആയിരിക്കും. സോ ഇതൊക്കെ വേണം അവർക്ക്, അവരുടെ പ്രായത്തിലുള്ള ആളുമായിട്ടൊക്കെ അവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റണം, എന്നാലേ അവരുടെ ഹെൽത്ത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുമ്പം ഇങ്ങനെ എഴുതുക, ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവുക, സ്വന്തം ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ടൊന്ന് ഇടപഴകുമ്പോൾ അവരുടെ മാനസിക ആരോഗ്യം ഉയരും എന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളി മറിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ് 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ ഈ ഒരു 6 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, എക്സസൈസ്, വെയിറ്റ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, സോഷ്യൽ ആക്ടിവിറ്റീസ്, എല്ലാം കയ്യിൽ നിന്നിടാൻ പറ്റിയ, ഇട്ട് നിറയ്ക്കാൻ പറ്റിയ സാധനമാണ്. വെറുതെ സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ്, പിന്നെ പ്രോബ്ലംസ് ഓഫ് ഏജിങ്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. ഹെൽത്ത് പ്രോബ്ലംസ്. ഓക്കെ, അതാകെ ഒരു 3 പോയിൻ്റേ ഉള്ളൂ. എന്താ, ഡ്യൂ ടു ഏജിങ് പ്രോസസ്സ്. ഒരു ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ 1 പ്രായമാവുന്നത് കാരണം, 2 ലോങ് ടേം ഇൽനെസ് കാരണം. അതിന് ഈ ഒരു 7 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഒരു 3 പോയിൻ്റാണ് ഹെൽത്തി ഏജിങ് അല്ല, ഹെൽത്ത് പ്രോബ്ലംസിൽ പറയുന്നത്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ഏജിങ്ങിൽ പറയുന്ന ഈ ഒരു 6 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ടെക്സ്റ്റ് ഒരു റൗണ്ട് വായിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുകയാണ്. ഡയറ്റിൽ ഇപ്പോൾ വെജിറ്റബിൾ കൂട്ടുക, ഫ്രൂട്ട് കൂട്ടുക, എന്താ ഫാറ്റും ഓയിൽസും കുറയ്ക്കുക എന്നൊക്കെയുള്ള കയ്യിൽ നിന്ന് ഇട്ട് എഴുതുക. പിന്നെ എക്സസൈസ് ചെയ്യുമ്പം സ്ട്രെങ്ത് കൂടും, മസിൽ സ്ട്രെങ്ത് കൂടുന്നു, ബോൺ സ്ട്രെങ്ത് കൂടുന്നു, ഓസ്റ്റിയോപോറോസിസ് കുറയുന്നു, ബാലൻസ് കൂടുന്നു, അങ്ങനെ വീണ് കാല് പൊട്ടാനുള്ള ചാൻസ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആണെന്ത്, ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഏജ്ഡ് ഇൻ ഇന്ത്യ. ഇത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം ഇപ്പോൾ തന്നെ പഠിച്ചു തീർക്കാൻ നോക്കുക. കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. ആദ്യത്തത് ഹെൽത്ത് സ്റ്റാറ്റസിൽ പറയുന്ന ആദ്യത്തതാണ് നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ, NPOP, നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ. അത് വരുന്നത് ജനുവരി 1999. ഓക്കെ, ജനുവരി 1999 നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ വരുന്നു. ഇത് കാരണം അവർക്ക് എന്തൊക്കെ ഉറപ്പ് വരുന്നു, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, വെൽഫെയർ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ പോയിൻ്റ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. 1999 ജനുവരിയിൽ നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ വരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറേ പോയിൻ്റ് കയ്യിൽ നിന്ന് ഇടുക, എന്ത് ഫിനാൻഷ്യൽ, ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞങ്ങ് പോയിൻ്റ് അങ്ങ് ഇടുക. ഇതിൽ നമുക്ക് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് അവരുടെ കെയർ മാത്രമല്ല, അവരെ കൊണ്ടുകൂടി അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രായമായവരെ തന്നെ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാഷണൽ പോളിസി NPOP അത് ഓപ്പറേഷനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗൺസിൽ NCOP കൊണ്ടുവരുന്നത്, നാഷണൽ കൗൺസിൽ ഫോർ ഓൾഡർ പേഴ്സൺ. അതായത് നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് NCOP. NPOP നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്താ, NCOP. ഓക്കെ, 1999 ജനുവരിയിൽ കൊണ്ടുവരുന്നു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, വെൽഫെയർ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അതൊക്കെ. ഓക്കെ, പിന്നെ ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഇതിൽ പങ്കാളികളാണ്. ഓക്കെ,
ഇനി അടുത്ത പ്രോഗ്രാമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. സോഷ്യൽ അസിസ്റ്റൻസ് അതായത് സാമൂഹികപരമായി നമ്മളൊരു അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതിൽ തന്നെ ഉണ്ടല്ലോ എന്താ സാധനം, പെൻഷൻ. ആ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൽ ഓൾഡ് ഏജ് പെൻഷൻ അതങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ NPOP പറഞ്ഞു, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം പറഞ്ഞു. ഇനി അടുത്തതാണ് ഒയാസിസ് അഥവാ ഓൾഡ് ഏജ് സോഷ്യൽ ആൻഡ് ഇൻകം സെക്യൂരിറ്റി. അതും പേരിലുണ്ട് എന്താ പരിപാടി എന്ന്, ഇൻകം സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഈ അബ്രിവേഷനുമായിട്ട് ഒയാസിസ് വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു വയ്ക്കുക. ഓൾഡ് ഏജ് സോഷ്യൽ ആൻഡ് ഇൻകം സെക്യൂരിറ്റി, അതാണ് ഒയാസിസ്. ഓക്കെ, ഇതിൽ ഈ ഞാൻ ബോൾഡാക്കി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് കൺസെഷൻ എവിടെയൊക്കെ? ഇന്ത്യൻ റെയിൽവേസിലുണ്ട്, ഇന്ത്യൻ എയർലൈൻസിലുണ്ട്, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസിലുണ്ട്. അറിയാമല്ലോ, പ്രായമായവർക്ക് നമ്മളിപ്പം KSRTC ബസ്സിലൊക്കെ കയറിയാലുണ്ടാവല്ലേ മുതിർന്ന പൗരന്മാർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താ, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ടിക്കറ്റിന് എമൗണ്ട് കുറവാണ്. അതാണ് ഇവർ ട്രാവൽ റിലേറ്റഡ് കൺസെഷൻസ് ആൻഡ് ഫെസിലിറ്റീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒയാസിസിൽ വരുന്ന പോയിൻ്റാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് കൺസെഷൻ. രണ്ടാണ് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം. എന്തൊക്കെ വഴി? ഭവിഷ്യ ആരോഗ്യ മെഡിക്ലെയിം, അതേപോലെ റൂറൽ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് സ്കീം. ഭവിഷ്യ ആരോഗ്യ മെഡിക്ലെയിമും റൂറൽ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് സ്കീം. പിന്നെ ഇൻകം ടാക്സ് കൺസെഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കൺസെഷൻ പറഞ്ഞു? ട്രാവൽ റിലേറ്റഡ് കൺസെഷൻ, ഹെൽത്ത് കെയർ, ഇൻകം ടാക്സ് കൺസെഷൻ. ഇതാണ് ഒയാസിസിൽ വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ, വേറെയും പോയിൻറ്റ്സുകൾ പറയുന്നുണ്ട്, മെയിൻ പോയിൻറ്റ്സ് ഇത്രയാണ്, അതുകൊണ്ടാണ് സ്ലൈഡിൽ ഇത് 3 മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഓക്കെ, ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം 19 നവംബർ 2007 കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നാഷണൽ പോളിസി ഓഫ് ഓൾഡർ പേഴ്സൺ എപ്പോഴായിരുന്നു? ജനുവരി 1999. ഇത് നവംബർ 2007. ഓക്കെ, അപ്പോൾ ഇതിൽ 19 നവംബർ, ഇതെന്താണെന്നറിയോ 19 നവംബർ ആയത്? ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ എന്തുവാണ്? ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് 19 നവംബർ എന്ന് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ്, മന്ത്ലി പെൻഷൻ ടു പീപ്പിൾ ഓവർ 65 ഇയേഴ്സ്. 65 വയസ്സിന് മേലെ ഉള്ളവർക്ക് മന്ത്ലി പെൻഷൻ കൊടുക്കുന്നു. ലിവിങ് ബിലോ പോവർട്ടി ലൈൻ. 65 വയസ്സിന് മേലെയും BPL ആയിട്ടുള്ള ആൾക്കാർക്ക് മന്ത്ലി പെൻഷൻ കൊടുക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് മന്ത്ലി 200 രൂപ കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അത്ര തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം 19 നവംബർ 2007. മന്ത്ലി പെൻഷൻ ടു പീപ്പിൾ ഓവർ 65 ഇയേഴ്സ് ആൻഡ് ലിവിങ് ബിലോ പോവർട്ടി ലൈൻ. സെൻട്രൽ ഗവൺമെൻറ് 200, സ്റ്റേറ്റ് ഗവൺമെൻറ്റും 200. ഓക്കെ, അതാണ് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. നെക്സ്റ്റ് ആണ് ഹെൽപ്പ് ഏജ് ഇന്ത്യ. ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാം. ഇത് മാത്രം 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. 5 മാർക്കിന് ചോദിക്കാനുള്ളതില്ല, 2 മാർക്കിന് ചോദിക്കാം. അപ്പം ഹെൽപ്പ് ഏജ് ഇന്ത്യ പിന്നെ ഒരുപാട് 1 വേർഡ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഈ പോയിൻ്റാണ് 1 വേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന ചാൻസ്. എന്താ? ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ കെയർ ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ഓൾഡർ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങ് വരും. ഉത്തരം എന്താ? ഹെൽപ്പ് ഏജ് ഇന്ത്യ. ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് ഹെൽപ്പ് ഏജ് ഇന്ത്യ. ഇനി ഇവരെന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്രീ കാറ്ററാക്ട് ഓപ്പറേഷൻസ്, മൊബൈൽ മെഡിക്കെയർ യൂണിറ്റ്സ്, ഇൻകം ജനറേഷൻ ആൻഡ് മൈക്രോ ക്രെഡിറ്റ്, പിന്നെ ഓൾഡ് ഏജ് ഹോംസ് ആൻഡ് ഡേ കെയർ സെൻറ്റേഴ്സ്, അഡോപ്റ്റ് എ അതായത് ഒരു ഗ്രാൻഡ് പാരൻറ്റിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, പിന്നെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഹെൽപ്പ് ഏജ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ? ഫ്രീ കാറ്ററാക്ട് ഓപ്പറേഷൻ, മൊബൈൽ മെഡിക്കെയർ യൂണിറ്റ്, ഇൻകം ജനറേഷൻ ആൻഡ് മൈക്രോ ക്രെഡിറ്റ്, ഓൾഡ് ഏജ് ഹോം ആൻഡ് ഡേ കെയർ സെൻറ്റേഴ്സ്, അഡോപ്റ്റ് എ ഗ്രാൻഡ്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു? ഹെൽപ്പ് ഏജ് ഇന്ത്യ പറഞ്ഞു, ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം പറഞ്ഞു, ഒയാസിസ് പറഞ്ഞു, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം പറഞ്ഞു, നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺ പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഓൾഡർ പീപ്പിൾസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. NPOP, NCOP എന്തായിരുന്നു? NPOP നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കൗൺസിൽ. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം പറയുക, പിന്നെ ഒയാസിസ് പറയുക, ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം പറയാം, നെക്സ്റ്റ് ഹെൽപ്പ് ഏജ് ഇന്ത്യ പറയാം. ഓക്കെ, ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ഏതാ?
ഹെൽപ്പേജ് ഇന്ത്യ. ഓക്കെ, ഹെൽപ്പേജ് ഇന്ത്യ ആണ് ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ. ഇത്രയാണ് നമുക്ക് ജീറിയാട്രിക്സിലും BMW കൂടെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കോർ ഏരിയാസ്. ഓക്കെ, അപ്പം താങ്ക് യു. അതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നേരെ പാർക്ക് ടെക്സ്റ്റ് തുറന്ന് വയ്ക്കുക, ആ ഒരു ഏരിയാസ് വായിക്കുക. ഓക്കെ, പിന്നെ ഇതിലേതെങ്കിലും നോട്ട് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ്, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ ഇൻസ്റ്റാ പേജിൽ സ്റ്റോറി ഹൈലൈറ്റ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കി പഠിക്കുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത നോട്ട് ഉണ്ടെങ്കിൽ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തത് പഠിക്കുക. നോട്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ആദ്യം ഇൻസ്റ്റാ പേജിൽ നോക്കുക, അതിലില്ലെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ചോദിക്കുക, ഉള്ളവർ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പേപ്പർ 5 പാസ്സാവട്ടെ. പേപ്പർ 5 മാത്രമല്ല, മാക്സിമം നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നോക്കുക, എല്ലാം പാസ്സാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഐ ഹോപ്പ് എല്ലാവരും പാസ്സാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.